സ്റ്റാർ മാജിക് നടിമാരുടെ സാലറി. മലയാളം ടെലിവിഷനിലെ ഏറ്റവും പോപ്പുലർ എൻ്റർടൈൻമെൻറ്റ് ഷോസിലൊന്നായ സ്റ്റാർ മാജിക്കിലെ നടിമാർ ഒരു എപ്പിസോഡിന് എത്ര സാലറി വാങ്ങുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയകളിൽ വൻ ചർച്ചകളാണ് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റാർ മാജിക്കിലെ നടിമാരുടെ സാലറിയെക്കുറിച്ചാണ്. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ഐശ്വര്യ രാജീവിനെ കുറിച്ചാണ്. ഫണ്ണി ഇൻ്ററാക്ഷൻസ് കൊണ്ടും എനർജറ്റിക് പെർഫോമൻസ് കൊണ്ടും അതുപോലെ തന്നെ യൂത്ത് ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കൊണ്ടും ഷോയിലെ നോട്ടീസബിൾ പേഴ്സൺ ആയിരുന്നു ഐശ്വര്യ രാജീവ്. സ്റ്റാർ മാജിക്കിൽ നിന്നും ഐശ്വര്യ രാജീവിന് ഒരാഴ്ചയിൽ ലഭിച്ചിരുന്നത് 26,000 രൂപയായിരുന്നു. അതുപോലെ തന്നെ അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് സാധിക വേണുഗോപാലിനെ കുറിച്ചാണ്. ബോൾഡ് പേഴ്സണാലിറ്റി കൊണ്ടും ഹ്യൂമറസ് ഇൻട്രാക്ഷൻസ് കൊണ്ടും അതുപോലെ തന്നെ ടെലിവിഷൻ പോപ്പുലാരിറ്റി കൊണ്ടും സാധിക വേണുഗോപാൽ എത്തിയ എല്ലാ എപ്പിസോഡ്സും പ്രേക്ഷകരുടെ ശ്രദ്ധ നേടാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആഴ്ചയിൽ 24,000 രൂപയാണ് സാധിക വേണുഗോപാലിന് ലഭിച്ചിരുന്നത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഷാലു കുര്യനെ കുറിച്ചാണ്. ഷീർഫുൾ പേഴ്സണാലിറ്റി കൊണ്ടും കോമഡി മൊമെന്റ്സ് കൊണ്ടും അതുപോലെ തന്നെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കൊണ്ടും ഷാലു കുര്യൻ ഷോയിൽ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. ഒരാഴ്ചയിൽ 22,000 രൂപയാണ് ഷാലു കുര്യന് ലഭിച്ചിരുന്നത്. അതുപോലെ തന്നെ അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് മൻവി സുരേന്ദ്രനെ കുറിച്ചാണ്. എനർജറ്റിക് പ്രസൻസ് കൊണ്ടും ഫൺ ഇൻട്രാക്ഷൻസ് കൊണ്ടും അതുപോലെ തന്നെ യൂത്ത്ഫുൾ വൈബ് കൊണ്ടും മൻവി സുരേന്ദ്രൻ ഷോയിൽ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ 26,000 രൂപയാണ് മൻവി സുരേന്ദ്രന് ഒരാഴ്ച ലഭിച്ചിരുന്നത്. അതുപോലെ തന്നെ അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് മൃദുല വിജയിയെ കുറിച്ചാണ്. സീരിയൽ ഫെയിമും കാം പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ കണക്ഷനും കാരണം മൃദുല വിജയ് ഷോയിലെത്തിയപ്പോൾ വളരെയധികം ജനശ്രദ്ധ നേടിയിരുന്നു. ഒരാഴ്ചയിൽ 24,000 രൂപയാണ് മൃദുല വിജയ്ക്ക് ലഭിച്ചിരുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീവിദ്യ മുല്ലശ്ശേരിയെ കുറിച്ചാണ്. കോമഡി ടൈമിംഗ് കൊണ്ടും എനർജറ്റിക് പാർട്ടിസിപ്പേഷൻ കൊണ്ടും അതുപോലെ തന്നെ ഫ്രണ്ട്ലി സ്ക്രീൻ പ്രസൻസ് കൊണ്ടും ശ്രീവിദ്യ മുല്ലശ്ശേരി ഷോയിൽ വളരെയധികം ജനശ്രദ്ധ നേടിയിരുന്നു. ഒരാഴ്ചയിൽ 22,000 രൂപയാണ് ശ്രീവിദ്യക്ക് ലഭിച്ചിരുന്നത്. അതുപോലെ തന്നെ അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് അനുമോളെ കുറിച്ചാണ്. ക്യൂട്ട് എക്സ്പ്രഷൻസ് കൊണ്ടും ഫൺ ഇൻ്ററാക്ഷൻസ് കൊണ്ടും അതുപോലെ തന്നെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കൊണ്ടും അനുമോൾ ഷോയിൽ വളരെയധികം ജനശ്രദ്ധ നേടിയിരുന്നു. ഒരാഴ്ചയിൽ 32,000 രൂപയാണ് അനുമോൾക്ക് ഷോയിൽ നിന്നും ലഭിച്ചിരുന്നത്. അതുപോലെ തന്നെ അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ലക്ഷ്മി നക്ഷത്രയെ കുറിച്ചാണ്. ആങ്കറിംഗ് സ്റ്റൈൽ കൊണ്ടും ഹ്യൂമർ സെൻസ് കൊണ്ടും അതുപോലെ തന്നെ എനർജറ്റിക് പ്രസന്റേഷൻ കൊണ്ടും ലക്ഷ്മി നക്ഷത്ര ഷോയിൽ വളരെയധികം ജനശ്രദ്ധ നേടിയിരുന്നു. ഒരാഴ്ചയിൽ 60,000 രൂപയാണ് ലക്ഷ്മി നക്ഷത്രക്ക് ഷോയിൽ നിന്നും ലഭിച്ചിരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരമാരാണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.